ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ട മിനിസ്റ്റർ. എല്ലാ ആളുകളും ഈ പാവനത്തിനുള്ളിൽ പിടിക്കുക. വള്ളംകളി കാണാൻ കാത്തു നിൽക്കുന്ന ഏതോ വള്ളക്കാരാണെന്ന് തോന്നുന്നത് പോലെ. അപ്പൊ നിങ്ങള് മത്സര വള്ളംകളി ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ 3 മിനിറ്റിൽ 1 മിനിറ്റായി ഉള്ള വള്ളങ്ങളെ വെച്ച് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനെ സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാവരും. പക്ഷെ അത് ഒരു വള്ളംകളി മാത്രമാണുള്ളൂ. 2 വള്ളംകളികൾ നിലവിലവിടെ നടക്കുന്നില്ല. ഒരു വള്ളംകളിയാണ് CBNന്റെ ഭാഗമായി നടത്തുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അതുപോലെ MLAയും പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിന്റെ മാപ്പിലേക്ക് കേരള ടൂറിസം കനൽ നിങ്ങളുടെ DAയും സമ്മാന തുകയും ഒക്കെ നൽകുന്ന സമയത്ത് അതിലൊരു പരാതി നിങ്ങൾക്കുണ്ടാവരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, തുടർന്നുള്ള മത്സരങ്ങളിൽ കൃത്യമായ പണിഷ്മെന്റ്, കൃത്യമായ നടപടികൾ വള്ളത്തിനും ടീമിനുമെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് ജലഘോഷയാത്രയാണ്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നെഹ്റു ട്രോഫിയിൽ പോലും 72 വള്ളങ്ങൾ ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെ വേദിയിൽ വകുപ്പ് മന്ത്രി വളരെ സുന്ദരനും സുമുഖനും സ്നേഹസമ്പന്നനുമായ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ OJ ജനീഷ് അവർകൾ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ MLA ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതാ ആ ഫ്ലാഗ് ഓഫ് കർമ്മം ഔപചാരികമായി നടത്തുകയാണ്. പ്രിയപ്പെട്ടവർ എല്ലാവരും നല്ല കൈയടി കൊടുക്കുക. ആവേശമുള്ളൊരു കൈയടി, സ്നേഹമുള്ളൊരു കൈയടി. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു അമാന്തം കൂടാതെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുറഞ്ഞു പോകണം. നമ്മുടെ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സൺറൈസ് നിങ്ങള് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോയിക്കും. എല്ലാ വള്ളങ്ങളും ഗരുഡൻ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകും. എല്ലാ വള്ളങ്ങളും. എന്താ ഇങ്ങനെ ഇന്നലെ തൃപ്രയാറിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. എല്ലാവരും ജലഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്പർ 2 ശ്രീമുരുകൻ ജലഘോഷയാത്രയ്ക്ക് പങ്കെടുത്തുകൊണ്ട് കടന്നു പോവുക. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ കേരളത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും കേരളത്തിന്റെ മിനിസ്റ്ററായി എത്തി നിൽക്കുന്ന അദ്ദേഹം മാതൃകയാവട്ടെ നമ്മുടെ നാടിനും കേരളത്തിനും പ്രിയപ്പെട്ടവർക്കും എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ അടുത്തതായി മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തൃശൂർ RDO ജയന്തി മാഡം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകേണ്ടതാണ്. ഇല്ലാത്ത വള്ളങ്ങള്, അവിടെ എത്തിച്ചേരാത്ത വള്ളങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരത്തുണ്ടാവുന്ന വള്ളംകളികളിലൊക്കെ അതൊരു പ്രശ്നമായിരിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കണ്ടശാങ്കരമെന്ന വലിയൊരു ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾ നിൽക്കുന്നത്. 2 നാളിലെ ഈ വള്ളംകളി കുറെ വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ പരിപാടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കടന്നു പോവുക. ഇപ്പോഴെങ്കിലും എല്ലാ വള്ളങ്ങളും ജലഘോഷയാത്രയുടെ ഭാഗമായിക്കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുവാൻ കരകളിലായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ച് ഓണമാഘോഷത്തിന്റെ മറ്റൊരു പരിപാടി കൂടി ഇവിടെ മുന്നോട്ട് പോകുന്നു. അതിൽ പങ്കാളികളായ എല്ലാ ആളുകളും എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തൽക്കാലം വേദിയിൽ
ഉണ്ടാക്കാതെ പ്രിയപ്പെട്ടവർ സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ ശരിയാണ്. നിങ്ങളുടെ തുഴകളൊക്കെ ഉയർത്തി കാണിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെ ട്രാക്കിന് അസൗകര്യം ഉണ്ടാക്കരുത്. നമ്പർ 1 ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഗരുഡൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ ഗരുഡൻ സംഘം ബോട്ടുകൾക്ക് നയിക്കുന്ന ഗരുഡൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ക്യാപ്റ്റൻ VKS സോളാർ, അതോടൊപ്പം തന്നെ ലീഡിംഗ് ക്യാപ്റ്റൻ KR രതീഷ് സോപാനത്തിലേക്ക് വ്യക്തമായി നമുക്ക് കാട്ടിത്തന്നുകൊണ്ട് ഗരുഡൻ ഏതാണ്ട് വള്ളപ്പാടുകൾ കുതിച്ച് പാഞ്ഞ് മുന്നോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട ഹനുമാൻ തൊട്ടു പിന്നാലെ ആവേശത്തിന് അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ഒട്ടും തന്നെ കുറവില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാന് തുറന്നു വരുന്നു. ഗരുഡൻ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. ഹനുമാൻ ഏതാണ്ട് നല്ല ഒരു താളത്തിന്, നല്ല ഒരു ആവേശത്തിന് അവരും കുതിച്ച് ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞങ്ങളും ഒട്ടും മോശക്കാരല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഫിനിഷിംഗ് ടച്ച് ഒരു പക്ഷേ ഞങ്ങളുടെ എതിരാളി അങ്ങനെ നമ്മുടെ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോകുലത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. എന്തൊരു മത്സരം! ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് എത്ര ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഒരൽപ്പം മുമ്പിലാണോ? ഇല്ല, ഒപ്പമുണ്ട് അഴകിന്റെ തമ്പുരാട്ടിക്കുട്ടി പന്നിരത്തമ്മ നമ്പർ 1. ഇനിയും ട്രാക്ക് ദൂരം പിന്നിടാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ ആവേശമാണ്. പ്രിയപ്പെട്ടവരെ, ഇവര് ഈ കണ്ടശാങ്കരവിന്റെ ഈ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അതിഥികളാണ്. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് സ്നേഹത്തോടെ ആവേശത്തോടെ ആ ജലരാജാക്കന്മാരെ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കയ്യടികൾ ഉയരട്ടെ, ആവേശ തിമിർപ്പുകൾ വാനോളം ഉയരട്ടെ. കയ്യടിക്ക് ആവേശം കൊടുക്ക്, അവരെ പ്രോത്സാഹിപ്പിക്ക്. നമ്മളുടെ അതിഥി ദേവോ ഭവ എന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഏതാണ്ട് നല്ല പ്രകടനം കാഴ്ചവെച്ച് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞ് മനോഹരമായ ദൃശ്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എത്ര സുന്ദരമായ, എത്ര ആവേശമുള്ള ഒരു പ്രകടനം നമ്മുടെ മനസ്സിൽ ഒരുപാട് സുന്ദരമായ അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് സുഖമുള്ള ഒരു മനോഹരമായ ദൃശ്യമുണ്ടാക്കിക്കൊണ്ട് 7 വയസ്സുള്ള ഐറിസ് കൃഷ്ണ ജലസേനമാണ് ആദ്യം നമ്മുടെ മുന്നിൽ ദൃശ്യമാകുന്ന കുരുന്നുകൾ. അദ്വൈത് CM 10 വയസ്സ്, ദർശ CM 7 വയസ്സ്, ഐറിസ് കൃഷ്ണ 7 വയസ്സ്. ജലസേനം നമ്മുടെ മുന്നിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദൃശ്യമാക്കിക്കൊണ്ട് തൊട്ടു പിന്നാലെ നമ്മുടെ വീട്ടുകാർ പോലും സമ്മതിക്കില്ല. കാരണം കണ്ടശാങ്കരം എന്ന് പറയുന്ന ഈ പ്രദേശം, ആ കണ്ടശാങ്കരം പ്രദേശത്തെ ഒരു വലിയ പ്രസ്ഥാനമാണ് കണ്ടശാങ്കടവ് ജലവാഹിനി ബോർഡിലെത്ത് അല്ലെങ്കിൽ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ സംഘാടക സമിതി. ഈ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഒരു സമയത്ത് ഈ ജലോത്സവത്തെ കൈവിട്ടുപോയ സമയത്ത് ആഗ്രഹിക്കുന്നത് അതൊരു കൈയടിയല്ല, ഇന്നും നിൽക്കുകയാണ് ആ ബാധ്യത. നിങ്ങൾ അറിഞ്ഞാൽ ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ പറയും എന്തും വള്ളത്തരമാണ് കാണിച്ചതെന്ന്. പക്ഷേ അദ്ദേഹം ചെയ്തത് വള്ളത്തരമൊന്നല്ല, വ്യക്തിപരമായിട്ട് ആ അച്ഛനും അമ്മയും ഒരു വിധമുള്ള വീട്ടുകാര് മക്കളങ്ങനെ പ്രണയപ്പെടുത്താൻ പറമ്പും വിലയും ചോദിച്ചാൽ കൊടുക്കില്ല. ഇത് സുഖിത്തേട്ടന്റെ അച്ഛനും അമ്മയും സ്വന്തം സന്തോഷത്തോടുകൂടി ജലശയനം നടത്താൻ ഇതാ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങൾ. ഇത് ജലശയനമാണോ അല്ലെങ്കിൽ നീന്തൽ മത്സരമാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അവിടെ മത്സരങ്ങള്, പ്രകടനങ്ങള്
തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ നല്ല സുന്ദരമായ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന സങ്കല്പത്തിൽ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ സുന്ദരമായിട്ട് ആ കുട്ടികള് 4-5 പേര് ഏതാണ്ട് ഒരു അർത്ഥനഗ്നരായി തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് കുതിച്ചാടുക, അതിനുശേഷം കഥകളി വേഷം, പുലികളി, ഇതെല്ലാം കൂടി കൂട്ടിക്കലർന്ന ദൃശ്യമെന്നാണ് ഓണത്തിന്റെ സവിശേഷതയായി നമുക്ക് സമ്മാനിക്കുക. അങ്ങനെയുള്ളപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ച് നമ്മുടെ കരിമാടി കുട്ടന്മാര് കുട്ടികള് തുള്ളിച്ചാടി വെള്ളത്തിലേക്ക് കുത്തിമറിഞ്ഞ് ആവേശത്തിന്റെ ഒത്തുമണികൾ വാരി വിതറി നമ്മൾക്ക് സുന്ദരമായി ആ നീന്തി തുടിച്ചുകൊണ്ട് കടന്നു വന്ന കുട്ടികളെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റുക. നീന്തി തുടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്ന കുട്ടികളെ എല്ലാവരെയും ബോട്ടിലേക്ക് കയറ്റുക. അതിന്റെ ഫലം പ്രിയപ്പെട്ടവര് റിസൾട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചാൽ അതിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. രണ്ട് ചൂണ്ടൻ വള്ളങ്ങളും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെല്ലണം. ട്രാക്കിന്റെ ഇരു കരകളിലുമുള്ള സൈഡിലുള്ള നെഹ്റു ട്രോഫിയുടെ പരിസരം അതിന്റെ ക്യാപ്റ്റനായും ലീഡിംഗ് ക്യാപ്റ്റനായും നിന്ന് കൈയാളിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഉമേഷ് DS അതിന്റെ ആശയത്തുണ്ട്, ടിപ്പു തൃപ്രയാർ അതിന്റെ അമരത്തുണ്ട്. നമ്മുടെ കൺമുൻപിലേക്ക് ആ ജലരാജാക്കന്മാരെന്നുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആ കണ്ണുകളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. കളിമലകളും ഒപ്പത്തിനൊപ്പം ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, സെന്റ് സെബാസ്റ്റ്യൻ അമ്പലമാണോ, മടക്കുന്നതാണോ, തത്തയുടെ തമ്മയാണോ, ജിവിയുടെ തമ്മയാണോ, ആവേശം ശക്തമായിട്ടുള്ള ഒരു മത്സരം ആയിരിക്കില്ലപ്പോ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ആ തൊഴിൽക്കാർക്ക് സ്കൂളാട്ടി ഉൾപ്പെടെയുള്ളവർ ആ തൊഴിൽക്കാർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. എന്തായാലും ഇന്നലെ നടന്ന തൃപ്രയാർ ജലോത്സവത്തിന്റെ ആ പോരാട്ട വീര്യം വീണ്ടും ഇന്ന് എന്തായാലും 3 കളിവള്ളങ്ങളും വളരെ അച്ചടക്കത്തോടുകൂടി സ്റ്റാർട്ടറുടെ ഫൈനൽ വിസലിനായി അവിടെ കാത്തു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ജിബിൻ സാർ ആ ഫൈനൽ വിസൽ മുഴക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്നേഹത്തോടെ ഈ വള്ളംകളി കണ്ട് ആസ്വദിച്ചുകൊണ്ട് കടന്നു പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംജാതമാക്കിക്കൊണ്ട് പോലീസ് സേന സജ്ജമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ വിഭാഗം, നമ്മുടെ പ്രിയപ്പെട്ട ഫസ്റ്റ് എയ്ഡ് ടീം, നമ്മുടെ ട്രാക്കിനെ വാട്ടർ ട്രാക്കിനെ കീറി മുറിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച എത്ര സുന്ദരമായ, എത്ര ആവേശമുള്ള, നല്ല സുലഭിതമായ കാഴ്ച. അവരുടെ ആ അടപങ്കായങ്ങൾ, അവരുടെ അമരപ്പങ്കായത്തെ ആവേശം മുറ്റുന്ന രീതിയിൽ ഒത്തിയെറിഞ്ഞ് എത്ര സുന്ദരമായി കുതിച്ചു മാഞ്ഞു വരുന്നു. ആ ഒന്നാം ട്രാക്കിലൂടെ താണിയുടെ ഗ്രേറ്റും, രണ്ടാം ട്രാക്കിലൂടെ ഗരുഡനും, മൂന്നാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പറുകൾ കടന്നു വരുമ്പോൾ എന്തായാലും 2026 കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ തിരുശീല വീഴ്ത്തിക്കൊണ്ടുള്ള ഏകേട് ജലരാജാക്കന്മാരുടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ അവ ഗരുഡൻ തന്നെ ഒരൽപ്പം മുമ്പിലേക്ക് അങ്ങനെ കുതിച്ചു പായുമ്പോൾ വീണ്ടും കണ്ടശാങ്കടവ് ജലോത്സവ ട്രാക്കിന് മീതെ ഗരുഡൻ മറം നിറങ്ങുകയാണോ? എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നല്ല മഞ്ഞ ജേഴ്സിയൊക്കെ അണിഞ്ഞ് മത്സരത്തിന്റെ പോരാട്ട വീര്യം ഓരോ ജലോത്സവ പ്രേമികൾക്കും സമ്മാനിച്ചുകൊണ്ട് ഗരുഡൻ അങ്ങനെ കുതിച്ചു പായുമ്പോൾ ഒപ്പം പിടിക്കാൻ താഴിയുടെ കയറ്റുണ്ട്. അതോടൊപ്പം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ വന്നുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാടാൻ കണക്കാക്കി 3 കളിവള്ളങ്ങൾ അങ്ങനെ ഈ ഫിനിഷിംഗ് ലൈനിനെ തൊട്ട് പാഞ്ഞെടുക്കുമ്പോൾ ഗരുഡൻ കടന്നു പോകുന്നു. അതോടൊപ്പം താഴിയുടെ ഗ്രേറ്റിൽ വീണ്ടും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം 18ഓളം വരുന്ന ഭദ്രഞ്ചേട്ടനിലേക്ക് ഞാൻ സ്നേഹത്തോടെ മൈക്ക് കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ
ആദ്യമായി ഇന്ന് ഇവിടെ ഈ കണ്ടശാകടവ് ജലോത്സവത്തിൽ ദൃക്സാക്ഷി വിവരണം നൽകുന്നതിനായി ഒരു അവസരം തന്ന പ്രിയപ്പെട്ട ജലോത്സവ സംഘാടക സമിതിയോടുള്ള കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഈ ദൃശ്യവിരുന്ന് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രണ്ടോണ നാളിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ നേരുന്നു. പക്ഷെ ഞങ്ങൾക്കൊക്കെ എന്താ പറയാല്ലേ, മാധ്യമ പ്രവർത്തകർക്കറിയാം, ഞങ്ങളുടെയൊക്കെ ഓണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഉത്സവ പറമ്പിലോ അല്ലെങ്കിൽ വള്ളംകളി സ്ഥലത്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു എന്റെ നമ്മുടെ തീര ജലോത്സവം, വളരെ പ്രധാനപ്പെട്ട തീര ജലോത്സവം നടക്കുന്നു. തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇടിയഞ്ചന ജലോത്സവം, തൊട്ടടുത്ത ദിവസം കറുകമാട് മുല്ലപ്പുഴ ജലോത്സവം, നമ്മുടെ പ്രിയപ്പെട്ട ആ കറുകമാട് മുല്ലപ്പുഴ ജലോത്സവം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സി ഗ്രേഡ് വള്ളങ്ങളുടെ ഇരുട്ടുകുത്തി ജനനി ജലോത്സവം നടക്കുന്നു. അങ്ങനെ നിരവധി ജലോത്സവങ്ങൾ അങ്ങനെ പരമ്പരയായി തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ തൃശൂർ ജില്ലയുടെ മനോഹരമായ ആ സാന്നിധ്യം ദൃശ്യമിരുന്നു. ഇന്നലെ തൃപ്രയാർ ജലോത്സവത്തിന് കനോലി കനാലിന്റെ അല്ലെങ്കിൽ ശ്രീരാമ സന്നിധിയിൽ ഞങ്ങളൊക്കെ ഒത്തുകൂടുമ്പോ ഈ ഫൈനൽ മത്സരത്തിന്റെ ഇതേ സമയത്തൊക്കെ നല്ല പെരുക്കമുള്ള മഴ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് മഴ നൽകുമ്പോൾ, പക്ഷെ ചില സമയത്ത് ഈ മഴ നമുക്ക് എന്തൊരു മഴയാണ് എന്ന് പറയിപ്പിക്കും. അങ്ങനത്തെ എന്തൊരു മഴയായിരുന്നു ഇന്നലെ തൃപ്രയാർ ജലോത്സവം. നിങ്ങളൊന്ന് നോക്കിക്കേ, രണ്ട് വള്ളത്തിന്റെയും കൂമ്പിലിരിക്കുന്ന ആ സർക്കസ് അഭ്യാസികളെ പോലെ കുത്തിയെറിയുന്ന, അതോടൊപ്പം തന്നെ ഇടിക്കട്ട ഉയർത്തുന്ന, വിസിലുയർത്തുന്ന, ദുബാല താളം കൊടുക്കുന്ന നമ്മുടെ അഞ്ചമയക്കാര് നെടും വെങ്കായം കൊണ്ട് അവരെ കുത്തിയേറ് കണ്ടില്ലേ? എന്തൊരു വരവ്! ആലപ്പാട നമ്മുടെ എന്തൊരു വരവാണ്! ജവഹർത്തായഗിരി എന്തൊരു വരവാണ്! ആവേശത്തിന്റെ ഉൾമുനയിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിക്കൊണ്ട് എന്തൊരു മത്സരം, എന്തൊരു ആവേശം! ഒരുപക്ഷെ നെല്ല് പിന്നിലും മുമ്പിലുമായി വരുന്നുവെങ്കിൽ പോലും എത്ര പ്രൗഢമാണ് നിന്റെ ആ വരവ്! രാജകീയമായ ആ നിന്റെ വരവ് കാണാൻ എതിരേൽക്കുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചുണ്ടൻ വള്ളങ്ങൾക്ക് എല്ലാവിധ അടുത്ത വർഷത്തെ മെഗാ ഇവന്റിന് കണ്ടശാകടവ് ജലോത്സവ സമിതിയുടെ അടുത്ത വർഷത്തെ മെഗാ ഇവന്റിന് നമ്മുടെ നീന്തൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഷൂട്ടേഴ്സ് ക്ലബ്ബ് ഏങ്ങണ്ടിയൂര് ദീപേഷ്, ഷൂട്ടേഴ്സ് ക്ലബ്ബ് ഏങ്ങണ്ടിയൂരിന്റെ ദീപേഷ് ശക്തമായ ഒരു എമൗണ്ട് അടുത്ത വർഷത്തെ മെഗാ വള്ളംകളി പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്യുന്നു, ഓഫർ ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതിനൊപ്പം നീന്തൽ മത്സരം, പ്രിയപ്പെട്ട വള്ളങ്ങള് എല്ലാവരും കരുതലോടെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളായ ആ ഒരു നീന്തൽ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അകമ്പടി സേവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവർ കടന്നു വരുന്നു. ഈ സമയത്ത് ഇടയ്ക്ക് വെച്ചാൽ ഒരു അവരെ സുരക്ഷിതമായി അതിലേക്ക് കൊണ്ടുവരുവാൻ സ്നേഹപൂർവ്വം ആ തൗസിൽക്കാരോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ കടന്നു വരുന്നു. ആവേശമുള്ള മത്സരം അങ്ങനെ അവർ നീന്തലിൽ നടത്തിക്കൊണ്ട് കടന്നു വരുന്നുണ്ട്. ആവേശമുള്ള മത്സരത്തിൽ ഇതാ പ്രിയപ്പെട്ടവർ തലവക്കാരോട് അടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഫലം, അതിന്റെ ജഡ്ജസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിക്കും. നമ്മുടെ ചുണ്ടന്റെ ഫൈനൽ മത്സരത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ചുണ്ടന്റെ ഫൈനൽ മത്സരത്തിൽ ഒന്നാമതായി ആലപ്പാടും ചുണ്ടനും, രണ്ടാമതായി ജവഹർ തായങ്കരിയും ഫിനിഷ് ചെയ്തതായി ജഡ്ജസ് അറിയിക്കുകയാണ്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അലമാരി അടുത്തത് സമ്മാനദാന ചടങ്ങിന്റെ പരിപാടിയാണ്. അടുത്തത് സമ്മാനദാന ചടങ്ങാണ്. സമ്മാനദാന ചടങ്ങിന് വേദി കൃത്യമായി ഒരുക്കി കൊടുക്കാൻ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. സ്വാഗതം കെ വി വിനോദൻ, ട്രഷറർ, സംഘാടക സമിതിക്കുണ്ടായിട്ടുണ്ട്. ഏറെ പ്രയാസകരമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം, രണ്ട് പഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന സംഘാടക സമിതി എന്ന നിലയിൽ മണാലിമേഖല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അൻപിയാറും, മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്
മാറ്റമുണ്ടായിരുന്നു. അവർ നയിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് നമ്മളൊക്കെ തീർച്ചയായും. ഞങ്ങളൊക്കെ താരതമ്യേന പുതുമുഖങ്ങളാണ്, ഞങ്ങളിതിനെ കുറിച്ചൊക്കെ തന്നെ പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ ചുരുളൻ സംഘം വോട്ടുള്ളതിനെ അടുത്ത ട്രോഫി കൊടുക്കാം. മൂന്നാം സ്ഥാനം വെള്ളത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ 3 പ്രിയം നൽകിയ യുവാകേന്ദ്ര വിവേകാനന്ദ ക്ലബിന്റെ ചുമതലക്കാരനായിട്ടുള്ള രാജേട്ടന് ഇതെല്ലാം ഈ നീന്തൽ പരിശീലനം നൽകി ഈ കുട്ടികൾ